ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറുള്ളൊരു മെയിൻ കാര്യമാണ് ജർമ്മനിയിലോട്ട് വരാൻ ഉദ്ദേശിക്കുന്ന നേഴ്സുമാരെല്ലാം എന്നാ പറയണേ മെഡിക്കൽ വേർഡ്സ് പഠിക്കണം. അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നവർക്കറിയാം, നമുക്ക് ജർമ്മൻ അറിയത്തില്ലേലും മെഡിക്കൽ വേർഡ്സ് അറിയത്തില്ലേലും നമ്മളൊരു ഹോസ്പിറ്റലിലാണെങ്കിലും ഓൾഡ് ഏജ് ഹോമിലാണെങ്കിലും ജോലി ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട്. നമ്മൾ ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഒരിക്കലും അത് പഠിക്കുന്നില്ല. ശരിക്കും പറയുവാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എഫർട്ട് ഇട്ട് വേണം ഇതൊക്കെ പഠിക്കാനായിട്ട്. നമ്മൾ എവിടെയെങ്കിലും സെർച്ച് ചെയ്യുമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബുക്കുകൾ കളക്ട് ചെയ്യുമോ അങ്ങനെയൊക്കെ വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ഞാൻ പഠിച്ച കുറച്ച് വൊക്കാബുലറീസും മെഡിക്കൽ വേർഡ്സും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ട്. കാരണം എനിക്കിത് എവിടെയായിരുന്നു അറിയത്തില്ല. ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് കുറച്ച് പേർക്കൊക്കെ കൊടുത്തായിരുന്നു. ഞാൻ കുറേ ബുക്സൊക്കെ തപ്പിയപ്പോഴത്തേന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ശരിക്കും പറഞ്ഞാൽ ജോലി ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഓരോ വാക്കുകളും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. കാരണം എല്ലാ കാര്യങ്ങളും എനിക്കിപ്പോഴും അറിയത്തില്ല. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഓരോ വാക്കുകളൊക്കെ പഠിക്കുക. ഇന്നതാണ്, ഇന്നതിൻ്റെ പേര് ഇന്നതാണെന്ന് മനസ്സിലാകുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ വന്ന് ആദ്യം ജോലിക്ക് കയറിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണെങ്കിൽ എനിക്ക് എൻ്റെ ചേച്ചി തന്നതായിരുന്നു. അപ്പം ഇത് എൻ്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ അന്ന് കുറച്ചൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുമായിരുന്നു. ഇപ്പോഴാണ് ഞാനിത് കണ്ടെത്തിയത്. ഉണ്ടല്ലോ, ഇതാണെങ്കിൽ നമുക്ക് ഡെയിലി വേണ്ട കുറേ വേർഡ്സുകൾ, ഇതൊരു 4 ഷീറ്റ് ഉണ്ട്. ഇത് ഡെയിലി വേണ്ട, നമുക്ക് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് മെഡിക്കൽ വേർഡ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫ്ലീക്കെ ബെറുഫുമായി ബന്ധപ്പെട്ട കുറച്ച് വേർഡ്സുകളെല്ലാം ഉണ്ട്. ഇത് ഇപ്പൊ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് കുറേ നമുക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന വാക്കുകളാണ് കേട്ടോ. ഒന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആബൻഡേസൻ, ഫ്രൂഷ്ടു, ഇതൊക്കെ നമുക്ക് അറിയാലോ. പിന്നെ വാഷെ, വാഷ് ബെക്കൻ, വാഷെ വാഗൻ, വാഷ്ലാപ്പൻ, അങ്ങനെ വിൻഡൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൈപ്പറിന് പറയുന്നതാണ്. വുണ്ട്, വൂണ്ട്, സേനെ, സേൻ പ്രോത്തേസെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടോ. നമ്മുടെ പുൾസ്, റസീറൻ എന്ന് പറയുന്നതൊക്കെ ഷേവ് ചെയ്യുന്നതിനൊക്കെ പറയുന്നതാണ്. റൈനിഗൻ, പിന്നെ റൊളാറ്റർ, റോൾ സ്റ്റൂൾ, പിന്നെ എക്സ്റേക്കൊക്കെ പറയുന്നതിന് റോൺഗൻ, പിന്നെ സാൽബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽമെന്റ്, പിന്നെ ഷ്മേർസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് അറിയായിരിക്കും ചിലപ്പോൾ. ഷ്മേർസൻ എന്ന് പറഞ്ഞാൽ പെയിനിന് പറയുന്നതാണ്. അപ്പം പിന്നെ എന്നാ പറഞ്ഞേ, നോട്ട് ഫാൾ, എമർജൻസി, ഫ്ലീഗെ ബെഡുർഫ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഭയങ്കര കെയർ വേണ്ട പേഷ്യൻസിനെ പറയുന്നതാണ്. ഫ്ലീഗെ പ്ലാനുങ്, പിന്നെ ഫ്ലിറ്റ്സ് ക്രാങ്കുങ്ങൻ എന്ന് വെച്ചാൽ പ്ലിറ്റ്സ് ഇൻഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷനെയൊക്കെ പറയുന്നതാണ്. പിന്നെ എന്നാ കോർപ്പർ ഫ്ലീഗെ, അങ്ങനെ കുറെ മൊബിലൈസേഷൻ, മ്യൂഡെ, മുൻഫ്ലീഗെ, കിരൂർഗീഷെ, ദാം, ഡിഫിബ്രിലേറ്റർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടോ. ഈ അത്യാവശ്യം ഒരു 100 വാക്കുകളുണ്ട്. ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ, അത്യാവശ്യപ്പെട്ടവർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തിരിക്കാം. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. ചിലപ്പോൾ 1-2 ദിവസമൊക്കെ താമസം വന്നേക്കാം. കാരണം ജോലി നിങ്ങൾക്കറിയാലോ, ഇവിടുത്തെ ജോലിയും നമ്മൾ ഫാമിലിയൊക്കെ താമസിക്കുമ്പം പല തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വേണ്ടവർ മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ. ഞാൻ അവർക്ക് അയച്ചു തരാം. ഇത് നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക കേട്ടോ. അപ്പം വേറെ ഹോസ്പിറ്റലിലോട്ട് നിങ്ങൾ ജോലിക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്ത് ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുന്നവരാണെങ്കിലും ഇതൊക്കെ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% ഒരുപാട് ഹെൽപ്ഫുൾ ആകും കേട്ടോ. ഇതൊന്നും അറിയത്തില്ലെങ്കിൽ നമ്മൾ ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം എനിക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറിയപ്പോഴേക്കും ഇതൊന്നും അറിയത്തില്ലാത്തതിൻ്റെതായ പല പ്രശ്നങ്ങളും ഉണ്ടായി. അപ്പോൾ ഇനിയെങ്കിലും വരുന്നവർ ഇതൊക്കെ പഠിച്ചിട്ട് വരുവാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആവുമല്ലോ. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ ഇതൊന്നും അറിയത്തില്ല. ഇപ്പൊ ഇവർക്ക് അറിയത്തില്ല നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നുള്ളത് കേട്ടോ. അപ്പം എന്നോട് ഇപ്പൊ പലരും പറഞ്ഞു, ഇപ്പം എനിക്ക് ഇങ്ങനെയല്ല, സംസാരിക്കാൻ അറിയത്തില്ല, അല്ലെ നമ്മൾ ഇമ്പ്രൂവ് ആയില്ല, അതുകൊണ്ട് ഇന്ത്യക്കാരെ ഇങ്ങനെ നേഴ്സുമാരെ ചില സ്ഥലങ്ങളിൽ എടുക്കുന്നില്ല, അവരെ പറഞ്ഞു വിടും, അങ്ങനെയൊക്കെ അവർ വാണിംഗ് ഒക്കെ കൊടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊന്നും അറിയത്തില്ല, അവർക്ക് അറിയത്തില്ല. അവർ വിചാരിക്കുന്ന അവർ പഠിച്ച കാര്യങ്ങളൊക്കെ പഠിച്ചാണ് നമ്മളും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഡ്യൂട്ടിയിൽ നമ്മളിത് അറിയത്തില്ലെന്ന് പറയുമ്പോൾ നമ്മളെ വലിയൊരു കുറവ് പോലെ അവർ കാണുന്നത്, നമ്മളൊന്നും അറിയത്തില്ലാത്തൊരു പൊട്ടകളാണെന്ന് അവർ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ ഒരു സ്ഥലത്ത് കയറുമ്പോഴേക്കും നമുക്ക് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മളിതൊക്കെ തന്നെ എവിടെന്നെങ്കിലും സെർച്ച് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരമാകും കേട്ടോ. അപ്പം നിങ്ങൾ ഈ വീഡിയോ
മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അറിയണം, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ ഒന്ന് കമന്റ് ഇടുവാണെങ്കിൽ ഞാൻ അതൊക്കെ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.